ഞാൻ ഈ ചാനലിൽ അങ്ങനെ സിനിമ റിവ്യൂ അങ്ങനെ സംഭവങ്ങളൊന്നും ഇടാത്തതാണ്. പക്ഷേ ഒരു നന്നായിട്ട് സൗണ്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയാ പറയാതിരിക്കുക. അപ്പോൾ ഇന്നലെയാണ് ഡീസ് ഇറെ കാണാൻ വേണ്ടിയിട്ട് രാത്രി 12 മണിക്കാണ് പോയത്. വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ടിങ് മലയാളം സിനിമയാണിത്. ഇപ്പോൾ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ശബ്ദങ്ങൾ അല്ലെങ്കിൽ കോലാഹലങ്ങൾ ആണ് എന്ന് അപ്പോൾ അങ്ങനൊരു തോട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് സൗണ്ട് ചെയ്തേക്കുന്നത് ഇതൊരു ട്രൂലി ഗ്ലോബൽ സ്റ്റഫാണ്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫാണിത്. അപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ മറ്റേ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുമല്ല. സൈലൻസ്, അതുപോലെ സിനിമയുടെ ഒരു സൗണ്ടിൻ്റെ ഒരു ഡൈനാമിക് റേഞ്ച് ഉണ്ടല്ലോ. ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയിൽ നിന്ന് ഏറ്റവും കൂടിയ ആ ഒരു ലൗഡ്നെസ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സീനും അനുസരിച്ച് സൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഓരോ സൗണ്ട് എഫക്ട്സും എത്ര അവർ കൊടുക്കേണ്ട ഒരു വോളിയം, അതുപോലെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് വീഴുന്നതിൻ്റെയൊക്കെ ക്ലോസപ്പിൽ വരുന്ന ഒരു സൗണ്ടിങ് സംഭവങ്ങൾ, അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് സൗണ്ട് ചെയ്തേക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ സംഭവം കാണാനായിട്ട് ഒരു നല്ല സൗണ്ട് ചെയ്ത് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് കാണാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ പിന്നെ കാണാൻ പോകുമ്പോഴത്തേക്കും അധികം കമൻ്റടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തൊരു തിയേറ്ററിൽ പോവുക. അധികം ആൾക്കാരില്ലാത്ത തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഞാൻ പോയെടുത്ത് നല്ലൊരു സീൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്കെയറി ആയിട്ടുള്ള സീൻ വരുമ്പോഴത്തേക്കും കമൻ്റ് അടിക്കാനും അതുപോലെ ഒരു കച്ചറകൾ പറയാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കണ്ടു, അപ്പം തന്നെ ഒരു സംഭവം ചെയ്യണമെന്ന് തോന്നി. കാരണം വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ് മലയാളത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഒരു സിനിമ സൗണ്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി, വന്നു, പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.